اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ സ്നേഹമുള്ള ഈ മഹത്തായ സംരംഭത്തിന് സഹകരിക്കുന്ന മോമിനീങ്ങളെ, മോമിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇതുപോലെ എല്ലാ മജാമിഉൽ ഖൈറുകളിലും നല്ല നല്ല സംഗമങ്ങളിൽ അല്ലാഹു പൊരുത്തപ്പെടുന്ന വേദികളിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വളരെ മഹത്തരമായ ഒരു ഈമാനുള്ള മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന സന്തോഷ മുഹൂർത്തങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ 1-ാം വാള്യത്തിൽ പ്രത്യേകമായ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ സജീവമാക്കേണ്ടുന്ന ചില പ്രത്യേക രാവുകൾ, ചില പ്രത്യേക പകലുകൾ. അപ്രകാരം ആത്മീയ രംഗത്ത് വളരെ കൂടുതൽ തിളങ്ങുന്ന താരങ്ങളായ പലരും അബൂ താലിബുൽ മക്കി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ വാക്കുകളെ ചില പ്രത്യേക വിഷയങ്ങളിൽ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ അബൂ താലിബുൽ മക്കി റളിയല്ലാഹു അൻഹു അത്രയും വലിയ പണ്ഡിത ലോകത്ത് അറിയപ്പെട്ടൊരു മഹാനാണ്. അർഹമുർ-റഹീമീനായ റബ്ബ് അവരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു വെളുപ്പിക്കുമാറാകട്ടെ. ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷത്തിൽ പ്രത്യേകമായി ഒരു അധ്യായം തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, അൽ ഫസ്ലുൽ അൽ മുസ്തഹബ് ഇഹ്യാഉഹാ വദിക്രി മുവാസലത്തിൽ ഔറാദി ഫിൽ അയ്യാമിൽ ഫാദില. പ്രത്യേകം ഒരുപാട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില രാത്രികൾ, അതുപോലെയുള്ള ചില പകലുകൾ, ഇതിനെ സജീവമാക്കൽ അനിവാര്യമാണെന്ന് പരാമർശിക്കുന്ന പ്രത്യേക അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ബാബ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി പറയുന്നത്, വയുസ്തഹബ്ബു ഇഹ്യാഉ 15 ലൈലത്തൻ ഫി ശംസും മിൻഹാ ഫി ശഹ്രി റമളാന. 15 രാവുകൾ ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ സജീവമാക്കൽ, ജീവസുറ്റതാക്കൽ, നേരെ അർത്ഥം പറഞ്ഞാൽ ജീവിപ്പിക്കൽ എന്നാണ് പറഞ്ഞത്. ജീവിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ രാവുകളും പകലുമുകളൊക്കെ അള്ളാഹുവിന്റെ സ്മരണയില്ലാതെ കിടക്കുകയാണെങ്കിൽ ചത്തതിന്റെ സ്ഥാനമാണ്. അത് ആ ഒരു അസ്തമനത്തിൽ നിന്ന്, നിർജീവാവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി ആരാധനകളെ കൊണ്ട് സജീവമാക്കുക. 15 രാത്രികൾ പ്രത്യേകമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എഴുതി വെക്കാൻ സൗകര്യമുള്ളവർ എഴുതി വെക്കുക പോലും നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. 15 രാവുകൾ, കാരണം അങ്ങനെയാണ് മഹാന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇഹ്യായി ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്, ജീവിപ്പിക്കൽ. അതിൽ പക്ഷെ 5 വിശുദ്ധ റമളാനിലാണ്, അഥവാ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകൾ, പിന്നെ 1 വിശുദ്ധ റമളാനിൽ തന്നെയുള്ള 15 ആണ്ടിരാവ്, 17-ാം രാവ്. ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 രാവുകളും വിശുദ്ധ റമളാനിന്റെ പുറത്താണ്. അതേ മുഹറം മാസത്തിൽ തന്നെ ആശൂറായ രാവ്, 10-ാം രാവ്, പിന്നെ റജബ് മാസത്തിലെ ആദ്യ രാവ്, റജബ് മാസത്തിലെ 15-ാം രാവ്, പിന്നെ റജബ് മാസത്തിലെ 27-ാം രാവ്. എത്രയായി?
1, 2, 3, നേരത്തെ പറഞ്ഞ 6, 11. ഇനി ലൈലത്ത് അറഫ, അറഫ രാവ്. അപ്പൊ 12. വലൈലത്ത് 2 നാളുകൾ 10. വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ രാവാണ് ബറാഅത്ത് രാവ് എന്ന ഓമനപ്പേരിൽ നാം ഒക്കെയും ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ഈ കാര്യം ഇതേ രൂപത്തിൽ തന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ചോദിക്കുന്ന ഒരു ചോദ്യം പോലുമുണ്ട്. എല്ലാ കൂട്ടരെ, ഒരു വഴിപാണിപ്പക്കാരൻ സജീവമായി എവിടെ കച്ചവടത്തിന് ചാൻസ് കിട്ടിയാലും ഓടിയെത്തുന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ഒരു നല്ല ഉത്സവം നടക്കുന്ന സമയത്ത്, ഒരു വലിയ ആഘോഷം നടക്കുന്ന സമയത്ത് ആളുകളെല്ലാം കുന്നുകൂടുന്ന ഘട്ടമാണല്ലോ ഈ ഉത്സവ സമയം. ആ സമയത്ത് വഴിവാണിപ്പക്കാരൻ ഇന്ന് കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങുമോ? കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ മൂഢനാണ്. എന്നാൽ ഇപ്രകാരം ഒരു മൂമിനായ മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ 15 രാവുകൾ ഒരിക്കലും അവന് കിടന്നുറങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവൻ ആരാധനകളെ കൊണ്ട് സജീവമാകും. ഒരു വഴിപാണിപ്പക്കാരൻ ഉത്സവപ്പറമ്പിൽ കച്ചവടത്തിന് വേണ്ടി എന്തെല്ലാം ജാഗ്രതകളും തന്ത്രങ്ങളും ആവിഷ്കരിക്കുമോ അപ്രകാരമായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത്തരം സന്തോഷകരമായ മുഹൂർത്തങ്ങളിൽ ഈ നല്ല നല്ല രാവുകളെ ധന്യമാക്കാൻ വേണ്ടി സജീവമായി ജാഗ്രത തന്ത്രപൂർവം അവൻ രംഗത്ത് വരുമെന്നാണ് മഹാനവറുകൾ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവുകൾ വളരെ പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കേണ്ട സമയങ്ങളാണ്. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. എന്താണത്? ഞാൻ കഴിഞ്ഞ റജബ് മാസത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത്, ബഹുമാനപ്പെട്ട മഹാനായ അബൂ ത്വാലിബുൽ മക്കി റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ ഇതേ കിതാബിൽ ഒരു സ്ഥലത്ത് പറഞ്ഞതായി കാണാൻ കഴിയും. ഒരു മനുഷ്യനെ അല്ലാഹു തആല സ്നേഹിച്ചാൽ അതിന് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു തആല കോപിച്ചാൽ, ഒരു മനുഷ്യനെ അല്ലാഹു വെറുത്തു കഴിഞ്ഞാൽ അതിന് ലക്ഷണമുണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു സ്നേഹിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഇദാ അഹബ്ബല്ലാഹു അസ്സ വജല്ല അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി ബിഅഫ്ളലിൽ അമാൽ ലിയുസീബഹു അഫ്ളലസ് സവാബ്. ഒരു മനുഷ്യനെ അല്ലാഹു തആല സ്നേഹിച്ചാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി, അതിശ്രേഷ്ഠമായ സമയങ്ങളിൽ അവനെ അല്ലാഹു തആല ഏർപ്പാടാക്കും ബിഅഫ്ളലിൽ അമാൽ, ഏറ്റവും നല്ല സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളെ കൊണ്ട്, സുഹൃതങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെ ഏർപ്പെടുത്തും. എന്തിനു വേണ്ടി? ലിയുസീബഹു അഫ്ളലസ് സവാബ്, ലിയുസീബഹു അഫ്ളലസ് സവാബ്, അവന് ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കാൻ വേണ്ടി. അല്ലാഹു തആല അവന്റെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുത്ത ആളുകൾ, അല്ലെങ്കിൽ അവന്റെ വിശേഷപ്പെട്ട പ്രതിഫലങ്ങൾ, പ്രതിഫല കൂമ്പാരങ്ങൾ നൽകാൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയായിരിക്കുമല്ലോ ഇത്തരം അസുലഭ മുഹൂർത്തങ്ങളെ അല്ലാഹു തആല നൽകുക. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു നൽകുന്നു. അപ്പോൾ ഇത്തരം അവസരങ്ങളെ ശരിയാം വണ്ണം ഉപയോഗപ്പെടുത്താൻ ചാൻസ് കിട്ടിയ ആളുകൾ, അവർ അല്ലാഹു തആലയുടെ മഹബ്ബത്തിന് പാത്രീഭൂതരായവരാണെന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി റളിയല്ലാഹു അൻഹു പറയുന്നു. അതേസമയം എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ സമയം ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ ആളുകളെ ബഹുമാനപ്പെട്ടവർ പറയുന്ന ശൈലി നോക്കൂ. വൈദാ മക്കത്ത അബ്ദൻ, ഒരു അടിമയെ അള്ളാഹു വെറുത്താൽ, ഒരു അടിമയോട് അള്ളാഹു കോപിച്ചാൽ, ഇസ്തഅമലഹു ബി അസ്വഇൽ അഅമാലി ഫി അഫാദിലിൽ ഔഖാത്ത്, അള്ളാഹുവിന് ഏറ്റവും വിശേഷപ്പെട്ട നല്ല നല്ല സമയങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങളെ കൊണ്ട് അവനെ ഏർപ്പാടാക്കും. എന്തിനു വേണ്ടി? ലിയുളാഇഫ ലഹു സയ്യിആത്ത്, അവന് തിന്മകൾ ഇരട്ടിയിരട്ടിയാകട്ടെ. എന്നാൽ ബിന്ദിഖാസി ഹുർമാത്തി ഷായിരി വന്ദിഹാക്കിൽ മുഹറമാത്തി ഫിൽ ഹുർമാത്ത്, അല്ലാഹു തആല ദീനിന്റെ ചിഹ്നങ്ങളായും
ബഹുമാനം കൽപ്പിക്കപ്പെട്ടതായി നിശ്ചയിച്ച വിഷയങ്ങളുടെ റെസ്പെക്റ്റും ആദരവും തകർത്തുകൊണ്ട് തിന്മകളുടെ രാജാക്കന്മാരെ പ്രവർത്തിച്ചുകൊണ്ട് നരകത്തിന്റെ ആഴിയിലേക്ക് അമർന്നിറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ അവനെ ശ്രേഷ്ഠ ദിവസങ്ങളിലുള്ള ചാൻസുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഇത് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ ലക്ഷണമാണ്. ഞാനൊന്നും പ്രത്യേകം സൂചിപ്പിച്ചോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഏരിയകളിലും കവലകളും കുഗ്രാമങ്ങളും പട്ടണങ്ങളും കീഴടക്കിക്കൊണ്ട് ലോകകപ്പിന്റെ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിശുദ്ധ റമളാനിന്റെ പൊന്നുപോലെ മുസൽമാന്റെ ഹൃത്തടത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടുന്ന രാവുകളും സമയങ്ങളുമാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വാസികൾ ബേജാറായി നോക്കി നിൽക്കുകയാണ്. ആശങ്കാ മനസ്സുകളാണ് മുഅ്മിനീങ്ങളുടെ മനസ്സുകളൊക്കെ ഇപ്പോ. കാരണം എന്താണ്? നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം ഇതിന്റെ പിന്നിൽ ആ ഭ്രമങ്ങളിലാണ്. അർഹമുർ റാഹിമീനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്നവർ, പ്രത്യേകിച്ച് ഉമ്മമാരുണ്ടെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വന്തം മക്കളോട് ഈ പാഠം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ ആളുകൾക്ക് ഇത്തരം നല്ല രാവുകളും സമയങ്ങളും ദുരുപയോഗപ്പെടുത്താൻ കഴിയൂ. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് കളിയെക്കുറിച്ച്, കളി ഏത് രൂപത്തിൽ അനുവദിക്കപ്പെടും, ഏതെല്ലാം ഒരു കളിയുടെ വിഷയത്തിൽ ഒരു മുസൽമാൻ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തെല്ലാമാണ്, വിനോദത്തിന്റെ പേരിൽ ഇസ്ലാമികമായി എന്തെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന വിഷയങ്ങളെക്കുറിച്ചൊരു സബ്ജക്റ്റ് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അവസരം ഒത്തുവന്നാൽ നമുക്ക് ഈ ആരെ കൊണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യപ്പെട്ടാൽ നമുക്കും മറ്റുള്ള ഉസ്താദുമാരും ആ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കളികളും വിനോദങ്ങളും ഇന്ന് നമ്മുടെ നിസ്കാരങ്ങളിൽ സജീവമാകുന്ന ആളുകൾക്ക് പോലും ഇന്ന് അവരുടെ ജീവിതത്തിന്റെ ഹിതമായിട്ടുള്ളതും ഏതെല്ലാമാണ് നമുക്ക് അരുതാത്തതുമെന്ന് പ്രത്യേകമായി വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നന്മകൾക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടി ജീവിച്ച് മരിക്കണമെങ്കിൽ സൗഭാഗ്യ അൽഹംദുലില്ലാഹ് വിശുദ്ധ തൗഫീഖ് അതൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് നാം പണിപ്പെടുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ പലപ്പോഴും നമുക്ക് ഭാഗ്യങ്ങൾ തടയപ്പെടുകയാണ്. ഭാഗ്യങ്ങൾ കിട്ടുന്ന, നന്മകൾക്ക് ചാൻസ് കിട്ടുന്ന അവസ്ഥക്കാണ് തൗഫീഖ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖന, പടച്ചവനെ തൗഫീഖിനെ ഞങ്ങളുടെ ചങ്ങാതിയാക്കി തരണേ. അല്ലേ? തൗഫീഖിനെ എന്റെ ചങ്ങാതിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ ചങ്ങാതിമാര് ഉറ്റ ചങ്ങാതി, ഒരിക്കലും വിട്ടുപിരിയാത്ത ചങ്ങാതി, നാം എങ്ങോട്ട് പോയാലും നമ്മുടെ കൂടെ ഉണ്ടാകും. ഉറ്റ തോക്ക് നല്ലതിനുള്ള ചാൻസ് കിട്ടുക, ഇത് മനുഷ്യ കിട്ടുന്നറിയും. 3 ലക്ഷണമാണ് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദുഖൂലു അഅമാലിൽ ബിർരി അലൈക മിൻ ഗൈരി ഖസ്ദിൻ ലഹാ, നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് നീ ലക്ഷ്യം വെക്കാതെ തന്നെ അതിലേക്ക് നീ എത്തിച്ചേരുക. ചിലപ്പോ അങ്ങാടിയിലേക്ക് പോയതായിരിക്കും, മത്സ്യം വാങ്ങാൻ പോയതായിരിക്കും, അപ്പോഴാണ് അവിടെ പള്ളിയിൽ ദിക്റുണ്ടെന്ന് അറിയണത്. ഒന്ന് കയറിയിരുന്നു, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരം. എങ്ങോട്ട് കാര്യത്തിന് ഇറങ്ങിയാൽ തന്നെ കിട്ടുന്നത് ആഖിറത്തിന്റെ വിഷയം. ഇതുപോലെ ചാൻസുകൾ കൊന്നുകൂടി വരിക, ഇത് ഒരു മനുഷ്യന് തൗഫീഖ് കിട്ടുന്നു എന്നതിന്റെ ലക്ഷണമാണ്. മറ്റൊന്ന്, വസർഫുൽ മആസി അൻക മഅ തലബി ലഹാ, തിന്മകളെ ലക്ഷ്യം വെച്ചിട്ടും തിന്മകളിൽ നിന്ന് നീ തട്ടപ്പെട്ട് രക്ഷപ്പെടുക, ഇതും തൗഫീഖിന്റെ മറ്റൊരു ലക്ഷണമാണ്.
വഫത്ഹു ബാബിൽ ലജാ വൽഇഫ്തിഖാരി ഇലല്ലാഹി അസ്സ വജല്ല ഫി ശിദ്ദത്തി വറഹാ. ക്ഷേമഘട്ടത്തിലും ക്ഷാമഘട്ടത്തിലും, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും, നോർമൽ പീരീഡിലും സീരിയസ് പീരീഡിലും അല്ലാഹു തആലയിലേക്ക് അഭയം പ്രാപിക്കാൻ, അള്ളാഹുവിനോട് യാചനകളും അർത്ഥനകളും നടത്താൻ ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഒരു തൗഫീഖിന്റെ ലക്ഷണമാണ്. എന്ത് വിഷമുണ്ടായാലും ഒന്ന് അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്താനുള്ള ചാൻസ് കിട്ടാത്തവർ എത്ര പേര് സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാനിത് പറയുന്നത്, ഇത് ഒരു തൗഫീഖിന്റെ ലക്ഷണങ്ങള്. ഇതിന് നേരെ മാറ്റങ്ങളുള്ള 3 ലക്ഷണങ്ങൾ. അഥവാ നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ചാൻസ് കിട്ടാതെ പോവുക, തിന്മ ചെയ്യരുത് എന്ന്